വടക്കൻ പറവൂർ നഗരസഭ 5-ാം വാർഡ് ഒന്നിച്ചോണം 2026 സംഘടിപ്പിച്ചു. പറവൂർ ടൗൺ ഹാളിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ പറവൂർ നഗരസഭ ചെയർമാൻ രമേശ് ഡി കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷകരമായ ഒരു അന്തരീക്ഷമായിരുന്നു. നല്ല മത്സരമായിരുന്നു. രമേശ് ട്രാഫിക്കിലൊക്കെ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്ത് കലക്കി കളഞ്ഞു. എന്തായാലും എല്ലാവരെയും നമുക്കിതാണ് സന്തോഷമില്ല. എല്ലാവരും വീടുകളിൽ നമ്മൾ സർവേ 71% ആളുകൾ വയോജനങ്ങളാണ്. വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ മാത്രമല്ല, മക്കളല്ല, വയോജനങ്ങൾ ഉദ്ദേശിച്ചല്ല, മക്കളെല്ലാവരും ദൂരത്താണ്. ഒന്നി പഠിക്കാൻ പോകും പിള്ളേരൊക്കെ. ചെറുപ്പക്കാരായാലും എല്ലാവരും വീട്ടിലാണ് ആ സീരിയലോ എന്തെങ്കിലും ഇതും കണ്ടുകൊണ്ടിരിക്കുക. ഒരാൾ പോലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മാത്രമേ ആ ടെൻഷനൊക്കെ കുറവുള്ളൂ. ഞാൻ പറഞ്ഞ ഈ കഴിഞ്ഞ നഗരസഭ 5-ാം വാർഡ് കൗൺസിലറും നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ ലൈജി ബിജു അധ്യക്ഷയായി. ഏവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണം നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ഈ ദിവസങ്ങളിൽ വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. എന്നിരുന്നാലും നമ്മുടെ വാർഡിലെ 5-ാം വാർഡിലെ ജനങ്ങളെല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് ഇന്ന് ടൗൺ ഹാളിൽ വെച്ചിട്ട് നമ്മൾ ഓണാഘോഷ പരിപാടി വളരെ വിപുലമായിട്ട് നടത്തുകയാണ്. അതിന്റെ പൂക്കളൊക്കെ ഒരുക്കി വിവിധങ്ങളെ മാവേലി എത്തിച്ചേർന്നു. ഇപ്പൊ ഉദ്ഘാടനം ചെയ്യാനുള്ള ചെയർമാൻ ഇപ്പൊ എത്തിച്ചേരും. എല്ലാ അംഗങ്ങളും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒന്നിച്ച് വിവിധ കായിക മത്സരങ്ങളോട് കൂടി എല്ലാ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഗെയിമുകളോട് കൂടി ഒരു പഴയകാല ഇതിലേക്ക് നമ്മൾ ഒന്ന് പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. സദ്യയുണ്ട്, എല്ലാ വിവിധങ്ങളായിട്ടുള്ള ഇതുകളുണ്ട്, സർപ്രൈസ് ഗിഫ്റ്റുകളുണ്ട്, തിരുവാതിരയുണ്ട്, ഓണക്കളിയുണ്ട്, ഓണപ്പാട്ടുകളുണ്ട്, നാടൻ പാട്ടുകളുണ്ട്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ഒരിക്കൽ കൂടി വാർഡിലുള്ളവർ ചേർന്ന് മാവേലിയെ സ്വീകരിച്ച് ആനയിച്ചതിനു ശേഷം വിവിധ മത്സരങ്ങളും സമ്മാനദാനവും ഓണസദ്യയും നടത്തി. നഗരസഭ പ്രതിപക്ഷ ലീഡർ CA രാജീവ്, വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ KG ഹരിദാസൻ, ഡെന്നി തോമസ്, M കുട്ടപ്പൻ, MG ആന്റണി, ജിജി രാജി, ബിജോയ് ആൻഡു എന്നിവർ സംസാരിച്ചു. സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.